നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിലെ ദയനീയ തോൽവിക്ക് ശേഷം പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഇന്ത്യയുടെ പകരം വീട്ടാനായി തങ്ങളാലാവും വിധം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഹരിയാന തീവ്രവാദ മൊഡ്യൂളും ഡൽഹി ചെങ്കോട്ട ചാവേർ സ്ഫോടനവും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ പ്രതികാരം വീട്ടാൻ ഹമാസിനെ വരെയാണ് പാക് ഭീകര സംഘടനകൾ കൂട്ടുപിടിക്കുന്നത്. ചെങ്കോട് സ്ഫോടനത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യക്കെതിരെ മറ്റൊരു ആക്രമണം നടത്താൻ ഫിദായിൻ അഥവാ ചാവേർ സ്ക്വാഡിനെ സജ്ജമാക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിൽ പുറത്തു വരുന്നു. ഈ സ്ക്വാഡിനെ ആക്രമണത്തിന് നിയോഗിക്കുന്നതിനായി ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ചെങ്കോട്ട സ്ഫോടന കേസിലെ അന്വേഷണത്തിനിടെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് ജെയ്ഷെ നേതാക്കൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് ഫണ്ട് ശേഖരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സാധാ പേ എന്ന പാക് ആപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ജെയ്ഷെ നേതാക്കൾ ഫണ്ട് സ്വരൂപിക്കാൻ ആഹ്വാനം ചെയ്തതായിട്ടാണ് വിവരം. സ്ത്രീകൾ നയിക്കുന്ന ഒരു ആക്രമണത്തിനും ഇവർ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു തീവ്രവാദിക്കുള്ള ശീതകാല കിറ്റിനായി ഏകദേശം 20,000 പാകിസ്ഥാൻ രൂപ, ഇന്ത്യൻ രൂപയിൽ ഏകദേശം ഇത് 6,400 രൂപ സംഭാവനയായി ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് വിവരം. ഈ തുക ഷൂസ്, കമ്പിളി, സോക്സുകൾ, മെത്ത, ടെന്റ് എന്നിവ വാങ്ങാനാണ് ഉപയോഗിക്കുക. ആക്രമണത്തിന് മുമ്പോ ശേഷമോ ഫീൽഡിലുള്ള തീവ്രവാദികൾക്ക് ആവശ്യമായ സാധനങ്ങളാണിത്. ചെങ്കോട്ട ആക്രമണം നടത്തിയ 10 അംഗ ഭീകര ഡോക്ടർ സംഘം പോലുള്ള തീവ്രവാദ സെല്ലുകളിലേക്ക് വേഗത്തിൽ പണം കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ഡിജിറ്റൽ ഫണ്ടിംഗ് ശൃംഖലയെക്കുറിച്ച് പ്രത്യേക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഹമാസിന് പുതിയ താവളമായി പാകിസ്ഥാൻ മാറുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ഹമാസിന്റെ കൂടെ കൂട്ടുപിടിച്ചാണ് പാക് ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ നീങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും. പാകിസ്ഥാൻ സൈന്യവും ഭീകര സംഘടനകളും ഹമാസുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ കൂടുതലായി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഹമാസ് പ്രവർത്തകർക്ക് പുതിയ താവളമായി ഉയർന്നു വരികയാണെന്നാണ് US ആസ്ഥാനമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഫോറം ഒക്ടോബറിലെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത്. പാകിസ്ഥാനിൽ കശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി 5-ന് ലഷ്കർ, ജെയ്ഷെ, മറ്റു പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ഹമാസ് നേതാക്കൾക്ക് ചുവന്ന പരവതാനി സ്വീകരണം നൽകുന്നതിന്റെ വീഡിയോകൾ ഉൾപ്പെടെ വൈറലായിരുന്നു. ഇറാനിലെ ഹമാസിന്റെ പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയാണ് പ്രതിനിധി സംഘത്തെ നയിച്ചിരുന്നത്. 2024 ഖദൂമിയെ പാകിസ്ഥാൻ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഹമാസ് നേതാക്കൾ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നതും കശ്മീരിനെയും ഫലസ്തീനെയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഇരട്ട പോരാട്ടങ്ങളാക്കി ചിത്രീകരിക്കുന്നതും സുരക്ഷാ കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. കശ്മീർ എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകവും അന്യദിനപ്പെടുത്താനാവാത്തതുമായ ഭാഗമെന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഡൽഹിയിലെ ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ രംഗത്ത് പുതിയതും അതീവ ഗുരുതരവുമായ വെല്ലുവിളികൾ ഉയരുന്നത് ഉന്നത വൃത്തങ്ങൾ മനസ്സിലാക്കുന്നത്. അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിന്റെ പ്രത്യയശാസ്ത്രപരമായ സ്വാധീനം ദക്ഷിണേഷ്യയിലേക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും ഇത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ ഏറെക്കുറെ നാശത്തിന്റെ വക്കിലായിരുന്നിട്ടും ജെയ്ഷെ ഭീകരരുടെ ഏറ്റവും പുതിയ ആക്രമണ രീതികളിൽ ഹമാസിന്റെ തന്ത്രങ്ങളുമായി വലിയ സാമ്യമുണ്ട്. ജെയ്ഷെ മുഹമ്മദിന് ജമാത്ത് ഉൽ മുമിനാത്ത് എന്നൊരു വനിതാ വിങ് കൂടിയുണ്ട്. മസൂദ് അസറിന്റെ സഹോദരി സാദിയയാണ് ഈ യൂണിറ്റിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാക് ബഹാവൽപൂരിലെ ക്യാമ്പുകൾ തകർത്തതിനു ശേഷമാണ് ഇത് രൂപീകരിച്ചത്. ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഡോക്ടർ ഷാഹിന സയ്യിദ് ഈ വനിതാ യൂണിറ്റിലെ അംഗമാണെന്നും ആക്രമണത്തിന് പണം നൽകിയവരിൽ ഒരാളാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരെ മാഡം സർജൻ എന്ന കോഡ് നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. ജെയ്ഷെ വനിതകളെ മുൻനിർത്തിയുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു. ജമ്മു കാശ്മീരിൽ പാക് പിന്തുണയുടെ തീവ്രവാദം വർദ്ധിക്കുകയാണെന്ന സൂചനയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത്. ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സംയോജിത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായും വിവരമുണ്ട്. പാക് സൈന്യവും അവിടുത്തെ ഡീപ് സ്റ്റേറ്റും പിന്തുണയ്ക്കുന്ന പ്രധാന ഗ്രൂപ്പുകളാണ് ഇവ രണ്ടും. അതേസമയം US ആസ്ഥാനമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഫോറത്തിലെ ഒക്ടോബറിലെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഗസയിലെ ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാകിസ്ഥാൻ ഹമാസിനെ പുനരുജ്ജീവിപ്പിക്കാൻ അടുത്ത വളക്കൂറുള്ള മണ്ണായി മാറുന്നത് അവഗണിക്കാൻ കഴിയില്ലെന്നായിരുന്നു ആ റിപ്പോർട്ട്.